ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിൽ ആദരവായി, ഹല്ലേലൂയ പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷാകരൻ. സ്തോത്രം ചെയ്യാം ഹൃദയംഗമായി, കുമ്പിടാം അവൻ മുൻപിൽ ആദരവായി, ഹല്ലേലൂയ പാടാം മോദമോടെ, അവനല്ലോ നമ്മുടെ രക്ഷാകരൻ. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ദൈവനെ ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുവേശുവിൽ നിസ്തുല്യമായ പ്രഭാതവന്ദനം. നമ്മൾ 3 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വായിക്കുക. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ദൈവമക്കളെ എന്തിനാണ് നിയമിച്ചിരിക്കുന്നതെന്ന് പറയുകയാണ്. നമ്മുടെ നിയമനത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്ന് ഇവിടെ പൗലോസ് പറയുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായിട്ട് നിയമിച്ചിരുന്നു. എന്നാൽ അങ്ങനെ തന്നെ ക്രിസ്തുവും അനേകർക്ക് വേണ്ടി അനേകരുടെ പാപങ്ങളെ പരിഹരിക്കാൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി അനുഭവിക്കുകയും ചെയ്യേണ്ടിയിരുന്ന മനുഷ്യവർഗത്തിന്റെ ആ പാപത്തിന്റെ ശമ്പളമായ മരണവും ആ ന്യായവിധിയും കർത്താവ് അനുഭവിച്ചു. അങ്ങനെ കർത്താവ് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് പരിഹാരം വരുത്തി. അതുമൂലം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു നിയമനത്തെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് പറയുന്നത്. നമുക്ക് രക്ഷയെ പ്രാപിപ്പാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. രക്ഷയെ പ്രാപിച്ചു, ആത്മാവിന്റെ രക്ഷ നമ്മൾ നേടി. യേശുക്രിസ്തുവിന്റെ ക്രൂശമരണം മൂലം ആ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നമുക്ക് ആത്മാവിന്റെ രക്ഷ കൈവരവുമായി തീരുവാൻ ഇടയായി തീർന്നു. എന്നാൽ ആ രക്ഷ എത്ര ശ്രേഷ്ഠമായ രക്ഷയാണ്! അത് അവിടെ ആരംഭിക്കുകയായിരുന്നു. ഇന്ന് നമ്മുടെ ദേഹിക്ക് രക്ഷ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം പ്രാർത്ഥിക്കുകയും ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുകയും ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ദേഹിയുടെ രക്ഷ കൈവരിക്കുകയാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം പ്രാപിക്കാം. നമ്മുടെ താഴ്ചയുള്ള ശരീരം കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായിട്ട് രൂപാന്തരപ്പെടുമ്പോൾ നമ്മുടെ ദേഹത്തിൻ്റെ രക്ഷ പ്രാപിക്കുന്നു എന്ന് മാത്രമല്ല, ആദാമിൽ വീണുപോയ മനുഷ്യന്റെ ആ നഷ്ടപ്പെട്ടു പോയ തേജസ് മനുഷ്യനെ മടക്കി ലഭിക്കുകയാണ്. അതിനുവേണ്ടിയാ കർത്താവ് മരിച്ചത്. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തേണ്ടതിനാണ് അവരുടെ രക്ഷാനായകൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കപ്പെട്ടത്. അങ്ങനെ കർത്താവ് മരിച്ചത് നിമിത്തം നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, നാം ഭയത്തോടും വിറയലോടും കൂടെ നമ്മുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പിൻ എന്ന് പറഞ്ഞാൽ, അനുദിന ജീവിതത്തിൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിക്കുമ്പോൾ നമ്മുടെ രക്ഷയുടെ ആ ദേഹിയുടെ രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കുകയാണ്. ദേഹി കൂടുതൽ കൂടുതൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോടെ അനുഭവപ്പെടുകയാണ്. ആ രക്ഷയിൽ വളരുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് 1 പത്രോസ് 2-ാം അധ്യായത്തിൽ പത്രോസ് പറയുന്നത്, വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം, രക്ഷയിൽ വളരണം. രക്ഷ നമ്മൾ ലഭിച്ചിരിക്കുകയാണ്, രക്ഷ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഭാവിയിൽ നമ്മുടെ ശരീരത്തിന്റെ രക്ഷ പൂർണ്ണമായിട്ട് സംഭവിക്കാൻ പോവുകയാണ്. അതിനായിട്ട് നാം നിയമിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ഉറപ്പെന്താണെന്ന് ഇവിടെ പൗലോസ് പറയുന്നു. നമുക്ക് വേണ്ടി ഭരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം, യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം, ആ കർത്താവ് ക്രൂശിൽ മരിച്ചതുകൊണ്ടാണ് നമുക്ക് ഭാവിയിൽ രക്ഷ ലഭിക്കും എന്നുള്ളതിന്റെ ഉറപ്പ്.
യേശുക്രിസ്തുവിന്റെ ക്രൂശമരണം മൂലം നമുക്ക് രക്ഷയ്ക്ക് ലഭിക്കുന്നതിന് തടസ്സമായിരുന്ന പാപത്തിന്റെ പരിഹാരം വന്നിരിക്കുന്നു. പാപത്തിന് പ്രായശ്ചിത്തം വന്നിരിക്കുന്നു. മനുഷ്യവർഗത്തിന് ദൈവത്തോടുള്ള നഷ്ടപ്പെട്ടു പോയ ആ ബന്ധം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. അഥവാ ദൈവവും മനുഷ്യനും തമ്മിൽ നിരപ്പ് പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം, അങ്ങനെ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചു. ആ കർത്താവിനെ നമ്മുടെ ജീവിതത്തിന്റെ കർത്താവായി സ്വീകരിക്കുമ്പോൾ അവിടുന്ന് നമ്മുടെ കർത്താവായി മാറുകയാണ്. അങ്ങനെ നമ്മുടെ കർത്താവായി തീരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമുക്ക് രക്ഷയെ പ്രാപിക്കാൻ കഴിയുന്നു. നമ്മുടെ രക്ഷയുടെ ഉറപ്പ് ലഭിക്കുകയാണ്. അഥവാ നമ്മൾ ആ കർത്താവിന്റെ വരവിങ്കൽ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽക്കാൻ എടുക്കപ്പെടും. എത്ര ശ്രേഷ്ഠകരമായ ഒരു പ്രത്യാശയാണ് അത് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ദൈവം നമ്മെ കോപത്തിനല്ല. അതുകൊണ്ട് ഇനി നമുക്ക് കോപമില്ല. ഈ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കാത്തവർക്ക് ദൈവത്തിന്റെ കോപം വരാൻ പോവുകയാണ്. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവേശുവിന് പുറത്തായിരിക്കുന്നവർക്ക്, യേശു ക്രിസ്തു രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവമക്കളാക്കി തീർക്കാത്തവർക്ക് ഒരു വരാൻ പോകുന്ന ന്യായവിധി ഉണ്ട്. ന്യായവിധി എന്നതോ, വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തെക്കാളധികമായി ഇരുളിനെ സ്നേഹിച്ചു. അഥവാ വെളിച്ചമായ കർത്താവിനെ അംഗീകരിക്കാതെ ഇരുളായിരിക്കുന്ന പിശാചിനെ അനുസരിക്കുകയും ആ പിശാചിന്റെ വഴികളിൽ നടക്കുകയും ചെയ്ത നിമിത്തം മനുഷ്യന്റെ പേരിൽ കോപം വരാൻ പോവുകയാണ്. നമുക്കറിയാം, അന്ത്യന്യായവിധിയുടെ സമയത്ത് മരിച്ചവർ ആബാലവൃത്തം ആ വെള്ള സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുകയാ. കർത്താവ് അവരെ ന്യായവിധിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരില്ലാത്ത കാരണത്താൽ, അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോഴാണ് അവിടുത്തെ പേര് ജീവപുസ്തകത്തിൽ എഴുതുന്ന. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞല്ലോ, ഭൂതങ്ങൾ നിങ്ങൾ കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നത്തെ സന്തോഷിപ്പിൻ. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. ഈ പേരില്ലാത്തവരെ ദൈവകോപത്തിന്റെ അഗ്നിയിലേക്ക്, പിശാചിനോട് ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് തള്ളപ്പെടും. അപ്പോൾ പൗലോസ് പറയുകയാണ്, നമ്മെ ആ നിയമിച്ചിരിക്കുന്നത് കോപത്തിനല്ല. കാരണം എന്താണ്? യേശു കർത്താവ് ആ കോപം അനുഭവിച്ചു. നമ്മുടെ പേരിൽ വേണ്ടിയ നിത്യമായ ദൈവകോപം ചില മണിക്കൂറുകൾ കൊണ്ട് കാൽവരിയിലെ ക്രൂശിൽ കർത്താവ് അനുഭവിച്ചു. ദൈവകോപം അവിടുന്ന് ഏറ്റുവാങ്ങി. ആ ദൈവകോപം അവിടുന്ന് അനുഭവിച്ച് മനുഷ്യന്റെ മേൽ വരേണ്ടതായ കോപത്തിന് മാറ്റം വരുത്തി. അതെനിക്ക് വേണ്ടിയാണെന്ന് വിശ്വസിക്കുമ്പോൾ, ആ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ ആ കോപം ഇല്ലാത്തവരായിട്ട് തീരും. എന്നാൽ ആ ഈ കർത്താവിനെ സ്വീകരിക്കാത്തവർ ഇപ്പോഴും കോപത്തിലാണ്. അവർ കോപത്തിനായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്നു. കോപത്തിൽ നിന്ന് രക്ഷ പ്രാപിപ്പാൻ, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രരെ ചുംബിപ്പീൻ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം വായിക്കുന്നു. അതുകൊണ്ട് എന്താ നാം ചെയ്യേണ്ടത്? നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന്, കർത്താവായ യേശുക്രിസ്തു മൂലം നാം രക്ഷയെ പ്രാപിക്കുന്ന എന്തിനാണ്? കർത്താവിനോടുകൂടി എന്നേക്കുമായിരിക്കുക, നിത്യകാലം കർത്താവിനോടുകൂടെ ജീവിക്കുക, സ്വർഗീയമായ സന്തോഷത്തിൽ, സ്വർഗീയമായ ആ നിത്യതയിൽ. അവിടെ കണ്ണുനീരില്ല, ദുഃഖമില്ല, മുറവിളിയില്ല. നിത്യാനന്ദം ലഭിച്ചവരായി എന്നേക്കും കർത്താവിനോടുകൂടി ജീവിക്കാനുള്ള ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് ലഭിച്ചവരായ ദൈവമക്കൾ, ആ രക്ഷയെ ലഭിച്ചവരായ ദൈവമക്കൾ, അവർ ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും എന്ന് പറഞ്ഞാൽ അവരുടെ ആ രക്ഷയുടെ അടിസ്ഥാനത്തിൽ അവരേത് സാഹചര്യത്തിലായിരുന്നാലും കർത്താവ് അവരെ സ്വീകരിക്കുകയാണ്. അവരിനി കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ അവരിനി ഉറങ്ങുന്നില്ല. അവർക്ക് ഇനി ഉറങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ നാം ഉറങ്ങുവാനല്ല, ആത്മീയമായി മന്ദതയുള്ളവരായി, ആത്മീയമായി മയങ്ങുന്നവരായി, ആത്മാവമായി ഉത്സാഹമില്ലാത്തവരായിട്ട് ജീവിക്കുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഉണർന്നിരിക്കുക. കാരണം എന്താണ്? നമ്മെ നിയമിച്ചിരിക്കുന്നു രക്ഷയെ പ്രാപിപ്പാൻ, കർത്താവിനോടുകൂടി എപ്പോഴും ആയിരിക്കുവാൻ, നിത്യകാലം കർത്താവിനോടുകൂടി വസിക്കുവാൻ നമ്മെ ദൈവം നിയമിച്ചിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനം എന്താണ്? യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണമാണ്. ആ മരണം പുനരുത്ഥാനം ആ കർത്താവിന് മടങ്ങിയല്ലോ. അതുകൊണ്ട് ആ രക്ഷ ലഭിക്കുന്ന ദിവസത്തിന്റെ പ്രത്യാശയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവിൻ്റെ കൂടെ ജീവിക്കേണ്ടതിനായിട്ട് അവിടുത്തെ വരവിൽ അവിടുത്തെ പ്രതിഫലങ്ങളെ പ്രാപിച്ച് അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാം, ഉണർന്നിരിക്കാം. അതിനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നതാകട്ടെ.